അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അത് നമുക്കുള്ളത് ഈ അധിക്ഷേപനം വരുന്നത് കംപ്ലീറ്റ് പുരുഷന്മാർക്കെതിരെ ഉണ്ടാ. അധിക്ഷേപിച്ചു, സ്ത്രീ പുരുഷനെ അധിക്ഷേപിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബോച്ച ആൻഡ് ഹണി റോസ് ഇഷ്യൂ ആണ്. അപ്പോൾ ഹണി റോസ് പറയുന്നതിൽ കാര്യം ഉണ്ടായിരിക്കും, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് അവർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്മളോടൊരു കാര്യം പറയണത്, ഒരാൾ പറയണത് ചിലപ്പോൾ അയാൾ തമാശക്കായിരിക്കും പറയുന്നൊരു കൂട്ടത്തിൽ നിന്നിട്ടുണ്ട്, തമാശക്കായിരിക്കും നമ്മളോട് പറയണത്. പക്ഷേ നമുക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മളെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പേഴ്സണലാണ് കാര്യങ്ങൾ. അപ്പോൾ ആ പേഴ്സണൽ ഒഴികെ ബാക്കി പലരുടെയും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിൽ കാണാം, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. പക്ഷേ വേറൊരു സംഭവം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളൊരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, അത് നമ്മൾ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുക ചെയ്യണത്. അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരന്മാർക്ക് മാത്രം വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് മാത്രം വേണ്ടിയിട്ടോ ഒന്നുമല്ലല്ലോ. നമ്മളിത് പബ്ലിക്കായിട്ട് ഇട്ട് കൊടുക്കണം. അതെന്തിനാണ്? അത് നമുക്ക് ഒന്നില്ലെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ ചീത്ത പറയണം. അല്ലാണ്ട് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടൊരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ കാണുന്നവരൊക്കെ നല്ലത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവന്മാർ കംപ്ലീറ്റ് മുണ്ടാണ്ട് പോയിക്കോണം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞില്ല അർത്ഥമില്ല. നമ്മൾ പബ്ലിക്കായിട്ടൊരു സാധനം ഇടുമ്പോൾ അതിൽ നല്ലതും കേൾക്കണം, ചീത്തയും കേൾക്കണം. ചിലപ്പോൾ ഇതേപോലെ ചില മാനസിക വൈകൃതയുള്ളവരെ പല പറച്ചിലും നമ്മൾ കേൾക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. പിന്നെ ഇതിനൊക്കെ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഞാൻ പറയണത് ഇവരുടെ ഒരാളുടെ കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം ഞാനായി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു കൊള്ളരുതായി അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൂടെ ഞാനൊരു എന്തെങ്കിലും ഒരു നമ്മളെ ആ ഏരിയക്ക് പറ്റാത്ത ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ആൾക്കാർ പല കമൻ്റ് അടിക്കും, അല്ലെങ്കിൽ പലതും പറയും. അത് സ്വാഭാവികമാണത്. അത് മനുഷ്യന്മാരുടെ ഒരവസ്ഥ, അല്ലെങ്കിൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാട്ടും പുറത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. നിങ്ങൾ ബാംഗ്ലൂർ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കോളത്തിൽ വേണമെങ്കിലും നടക്കാൻ പറ്റും. അതേ ആ കോളത്തിൽ തന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ, എൻ്റെ ഈ ചെറിയ കുഗ്രാമത്തിൽ നടക്കണമെന്ന് പറഞ്ഞാലൊന്നും നടക്കണ കാര്യമില്ല. ഇവിടെ ഉള്ളവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ പറയണ കമൻറ്റുകൾ, അതും നിങ്ങൾക്കത് ബാംഗ്ലൂരിൽ നിന്ന് ആ പറയണ കമൻറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുഗ്രാമത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് ഞാൻ അതേപോലെ ഇവിടെ നടക്കും, അല്ലെങ്കിൽ ഞാനൊരു സിം സൂട്ട് ഇട്ടിട്ട് ഞാനിവിടെ പുഴയിൽ കുളിക്കും, അതാരും നോക്കിക്കാൻ പാടില്ല, അതിനാരും കമൻറ്റ് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കണ കാര്യമാണ്. അതായത് മനുഷ്യന്മാരും എല്ലാവരും ഒരേ ചിന്താഗതിയുള്ളവരും എല്ലാവരും ഒരേപോലെ ഈ പറഞ്ഞ ഉയർന്ന നിലവാരത്തിലുള്ളവരോ ഒന്നാവില്ല. പല കാര്യങ്ങളിലും നമ്മളാരും അത്ര ഉയർന്ന ചിന്താഗതിയുള്ളവരൊന്നുമല്ല. ചില കാര്യങ്ങൾ നമ്മളൊക്കെ വളരെ ഉയർന്ന് ചിന്തിക്കുമെങ്കിലും പല കാര്യങ്ങളും അതിനൊക്കെ പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, നിസ്സാരമായിട്ടൊരു ഉദാഹരണം പറയണം. ഇപ്പോൾ നമ്മളുടെ ഗീതു മോഹൻദാസിൻ്റെ ഒരു പടം ഇറങ്ങിയില്ല, ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിൽ മുമ്പ് മറ്റേ കസബയിൽ മറ്റേ പാൻറ്റുമ്പോൾ പിടിച്ചെന്നും പറഞ്ഞ് അത്രയും ഇഷ്യൂ ആക്കിയിട്ടുള്ള ഈ പറഞ്ഞ അവരെന്നാണ് ഇപ്പം ഈ ഒരു പടം ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിൽ പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് തന്ത്രമാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ അതൊക്കെ. അപ്പോൾ അതൊക്കെ പലതും പല തരത്തിലും ഇല്ല. അല്ലാണ്ട് അവിടെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ ചോദിക്കാനും പാടില്ല. പക്ഷെ അവിടെ അങ്ങനെ എന്തുകൊണ്ട് മറ്റാൾ ചെയ്തെന്നുള്ളത് ഇവരും ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആളാകാൻ വേണ്ടി പലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ ചെയ്യൂല, അത് നമ്മളെ ഭാഗത്തു നിന്ന് വരൂല എന്ന് ഉറപ്പുണ്ടായിരിക്കണം. അല്ലാതെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞ് മാന്തി പോയിട്ട് തിരിച്ച് കിട്ടുമ്പോൾ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതാരായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ബോച്ചയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇയാൾക്ക് നമ്മൾ പേഴ്സണലി നമുക്ക് ഈ പറഞ്ഞ മാതിരി അങ്ങനെ വൈകാരിക അടുപ്പം ഒരാളോടോ അല്ലെങ്കിൽ ഒരാളോട് പ്രത്യേകിച്ച് അടുപ്പക്കുറവൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ രക്ഷയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുബോധത്തിൽ അങ്ങനെ ഉള്ളത്. പൊതുബോധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ, നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഓവറായിട്ട് തന്നെ പ്രതികരിച്ചു പോകും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പോകും. അതൊക്കെ സ്വാഭാവികമാണ്. അത് മനുഷ്യന്മാരുടെ വെച്ചാൽ പലരും പല കോലത്തിലാണ്. പല എന്താ പറയുക, ആണും പെണ്ണും ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല കാര്യങ്ങളും ഒരു 100% വ്യത്യസ്തരാണ്. ഇക്വാലിറ്റി എന്നുള്ളൊരു സംഭവമേ നടക്കില്ലല്ലോ. ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന് ഊരിപ്പോരാനുള്ള പല വഴികളും, അവർക്ക് കാശുണ്ട്, പത്രാസുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള നിയമ വിദഗ്ധന്മാരുണ്ട്, അവർ ഊരിപ്പോരും. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അങ്ങനെ ഒരു കേസിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഊരിപ്പോരും. അതല്ല പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കുകയും ചെയ്യും. അതൊക്കെ അവരുടെ കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരാളെ രണ്ടാളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യണമല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരു പൊതുബോധത്തിൽ, അത് പെണ്ണുങ്ങളായി കഴിഞ്ഞാലും ആണുങ്ങളായി കഴിഞ്ഞാലും ഒക്കെ ഉള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളോടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബോച്ചെ കളിയാക്കൽ ചോദിക്കണം, എന്നാലും അധികം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ ഈ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ഒക്കെ പൊതുബോധത്തിലുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് കേസ്. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നിയമവ്യവസ്ഥ അത് ഇത്, അല്ലെങ്കിൽ ആൾക്കാർ പിന്നാലെ കൂടുതൽ സ്ത്രീ ശക്തി അത് ഇതെന്ന് പറഞ്ഞു വരാം. പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അധികം കോളിളക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവ കാര്യങ്ങളിൽ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ് എന്താ പറയുക, നിലവിളിക്കണ്ടല്ലോ, ഈക്വലൈസേഷൻ വേണം, ഈക്വലൈസേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുരുഷന്മാരെ പോലെ വേണം, അല്ലെങ്കിൽ ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. ഞങ്ങൾ വയ്യാത്തവരുടെ, ഞങ്ങളിവർ പീഡിപ്പിക്കണേ, ഞങ്ങളിവർ നോക്കുന്ന പിച്ചിനെ മാന്തണ എന്ന് പറഞ്ഞിട്ടുള്ള പരാതി കൂടുതലും വരുന്നതും ഈ പെണ്ണുങ്ങളെടുത്ത് തന്നെ. ഇതേപോലുള്ള കാര്യം കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു നിലവാരത്തിൽ പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അവർ നോക്കി മുള്ളി അല്ലെങ്കിൽ തുപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക ഇഷ്ടമാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിലും തുറന്ന് സമ്മതിക്കാൻ മടിയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് പലരും. പിന്നെ പറഞ്ഞില്ലേ, ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെ സൃഷ്ടിപ്പ് തന്നെ രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ആണുങ്ങൾക്ക് കാണുമ്പോൾ അതിപ്പോൾ ഇത് ഈ എന്താ പറയുക, മനുഷ്യനായാലും മൃഗങ്ങളായാലും ഒക്കെ ഉണ്ടല്ലോ, ചില കാര്യങ്ങളിൽ അവർക്ക് കുറച്ചൊരു ഇത് കൂടുതലായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു പൂച്ചയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഉണക്കമീന മത്തി തല കൊണ്ടു വെച്ചിട്ട് നീ തിന്നരുത്, അത് സമൂഹത്തിന് രാഷ്ട്രീയ മറ്റേന്താ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്, അത് വല്ലവരുടെ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയിരിക്കും. ഇല്ല, അത് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ അതിന് ചെയ്യാൻ പറ്റുന്നതാണ്, പേടിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ പേടിച്ചുകൊണ്ട് അയാളെ നടി കിട്ടും, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൂടുതലും ആൾക്കാർ നിൽക്കണത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വളരെ ഉയർന്ന ചിന്താഗതിയും വളരെ എന്താ പറയുക, മറ്റേ വലിയ മൈൻഡൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള, അത് അപൂർവം അല്ലെങ്കിൽ വളരെ തുച്ഛം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവർ പറയണ പോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാം. എങ്ങനെ എന്ത് കണ്ടു കഴിഞ്ഞാലും വേറൊരു ചിന്തയില്ലാത്തതോ അല്ലെങ്കിൽ വേറൊരു മൈൻഡിൽ പോകാത്തതായിട്ടുള്ള പലരും ഉണ്ട്. പലരും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാഹചര്യം, അല്ലെങ്കിൽ അതൊക്കെ പ്രതീക്ഷിക്കണം. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇതേപോലുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചു കൂട്ടാനും കോപ്രായങ്ങൾ കാണിക്കാനും. കോപ്രായങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഞാൻ പറഞ്ഞില്ലേ, വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മറ്റേത് വസ്തു സ്വാതന്ത്ര്യം ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ ആ സിറ്റുവേഷൻ, ആ നാട്, അല്ലെങ്കിൽ അവർ എന്ത് പ്രതീക്ഷിക്കുന്നു, അവരിൽ നിന്ന് എന്ത് പറയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഞാൻ ലണ്ടനിൽ അങ്ങനെ നടന്നിരുന്നു അതേപോലെ ഞാൻ ഇവിടെ നടക്കും എന്നൊക്കെ പറയലൊക്കെ വെറും എന്താ പറയുക, വിവരമില്ലായ്മ തന്നെയാണ്. പിന്നെ ഇതിൽ എന്നെ അപമാനിച്ചു, സ്ത്രീ സമൂഹത്തെ അപമാനിച്ചു, ഇതൊക്കെ നമ്മളെ ഭാഗം വരുമ്പോൾ ന്യായവും മറ്റുള്ളവരുടെ ഭാഗം വരുമ്പോൾ ന്യായക്കേടൊക്കെ അവിടെ ഒരു കാര്യങ്ങൾ, ഇതൊക്കെ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടില്ല എന്നിരുന്നാൽ കൂടിയിട്ട് ഇപ്പോൾ ഈ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. അതേസമയം തന്നെ ഇതേപോലുള്ള അധിക്ഷേപത്തിൽ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അവന് ഭയങ്കര തടിയുണ്ട, വണ്ണുണ്ട, അല്ലെങ്കിൽ ഇതേപോലുള്ള ബോഡി ഷേമിങ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പാടില്ല എന്ന് 100% അതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കണം.